4 ന്യൂസ് നേരിന്റെ വാർത്തകൾ. നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ആമ്പല്ലൂരിലും നൂലുവള്ളിയിലുമാണ് ശിശുക്കളെ കുഴിച്ചിട്ടത്. ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ഭവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി. കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പല്ലൂർ സ്വദേശിയായ ഭവിൻ ഇന്ന് പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത്. 2021 ആദ്യ പ്രസവം. കുട്ടി പ്രസവത്തിൽ മരിച്ചു. മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവു ചെയ്തു. മൃതദേഹം അഴുകിയതോടെ ഭവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. പിന്നീട് 2024 രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വച്ചായിരുന്നു പ്രസവം. കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ഭവിന്റെ വീട്ടിലെത്തി. ഭവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു. ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് ഭവിനാണ്. ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ഭവിൻ അനീഷയെയും വിശ്വസിപ്പിച്ചു. അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്നും പ്രതി കരുതിയിരുന്നു. അനീഷയും ഭവിനും തമ്മിൽ 2020 മുതലാണ് അടുപ്പം ആരംഭിച്ചത്. പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഭവിൻ അസ്ഥിയുമായി സ്റ്റേഷനിലെത്തിയത്. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും. പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന് നീക്കമുണ്ട്. രണ്ടുപേരും കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു. കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിരുന്നു. അപ്പം വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നത് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേഗതല ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറേ ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം പൊട്ടിച്ചു പോകും, മുഖത്ത് കുത്തിപ്പിടിച്ചു പോകും. അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പം ആദ്യത്തത് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പി ശ്രീ ബിജുകുമാർ, ഇവിടുത്തെ CI മഹേന്ദ്ര സിംഹൻ അവരുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം